എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമൻ. പിന്നെ ഓണമൊക്കെ അല്ലേ, ഓണപ്പായസമാണ്. ലാസ്റ്റായിട്ട് ഓണപ്പായസം വെക്കാച്ചാണ്. ഇനി വെക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഇനിയിപ്പോൾ ഇതിനെങ്ങനെ നിർത്താം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഓണപ്പായസം തുടങ്ങാം. എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സന്ദേശം തന്റെ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അരക്കിലാണ് അട, ഇതാണ് ഉണ്ടാക്കുന്നത്. അതാണ് പാക്കറ്റ്. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ചോപ്പ് കളറുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വേണമെന്നത് സിമ്പിളാണ്. കുറച്ച് ഇറക്കണം, അത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ശർക്കര, വെല്ലം, ശർക്കര, തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് മൂന്നെണ്ണര പ്രത്യേകമായിട്ട് പാടുള്ളൂ. തേങ്ങാപ്പാലും ശർക്കരയും ഇതും മാത്രമേ പാടുള്ളൂ. നമുക്ക് അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ നമുക്ക് വീട്ടിലുണ്ടായി കഴിക്കാം. പിന്നെ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അട ഉണ്ടാക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് 2 ലിറ്റർ വെള്ളത്തോളം ഉണ്ട്. അര കിലോ അടയെ ഞാൻ കാണിച്ചിരുന്നു ഫസ്റ്റ്. പിന്നെ ഇതിൽ ഈ അട ഇട്ടിട്ട് 20 മിനിറ്റ് അടച്ചു വെക്കണം തിളച്ച ശേഷം. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് 2 പ്രാവശ്യം കഴുകിയിട്ട് ഉപയോഗിക്കാം. എന്താ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഇത് വെള്ളം തിളച്ചു, അടയിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞു. ഇനി ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി തിളച്ച ശേഷം നമുക്ക് 2 മിനിറ്റ്, ഒരു മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറക്കാം. അതുവരെ അടച്ചു വയ്ക്കാം. തിളച്ചു, നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ അട തിളപ്പിച്ചിട്ട് ആപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര നോക്കാം. ഇതാണ് ശർക്കര വില. 1.25 കിലോ ഉണ്ട്. അര കിലോ അടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വേണ്ട മധുരം നോക്കിയിട്ടേ ഉള്ളൂ, മുഴുവൻ മധുരം ഇടില്ല. നോക്കിയിട്ടേ ഉപയോഗിക്കുള്ളൂ. എത്ര മധുരം വേണം നോക്കിയിട്ട്. 1.25 കിലോനാണ് എടുത്തു വെച്ചത്. ഇത് ഉരുക്കി വെക്കണം നമുക്ക്. ഇത് ഉരുക്കി വെച്ചിട്ട് പിന്നെ അപ്പോഴേക്കും അത് 20 മിനിറ്റ് ആവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് എങ്ങനെ പായസം കഴിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെല്ലം ഉരുകി, ശർക്കര ഉരുകി. ശർക്കര എന്ന് പറയും, വെല്ലം എന്ന് പറയും. വെല്ലം ഉരുകി. 1.25 കിലോ വെല്ലുണ്ട്. നല്ല ഉരുകി വന്നു. അങ്ങനെ ആയി കിട്ടി. നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ അടയൊക്കെ നല്ല 20 മിനിറ്റായി റെഡിയായി വന്നു. നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് വടിച്ചെടുക്കാം. നല്ല വെള്ളം ഒഴിച്ച് നല്ല കലക്കി വടിച്ചെടുക്കണം. 2 പ്രാവശ്യം മഴ എടുക്കാം, 1 പ്രാവശ്യം മഴ എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് കഴുകി വടിച്ചെടുക്കാം അടയല്ലേ. അപ്പോൾ നമ്മുടെ പാവ് കാച്ചി, അതെ വെല്ലപ്പാവ് ഒഴിച്ചു, പകുതി ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് ചാടാം. ആദ്യം അരമണിക്കൂർ നല്ലോണം വരണം. അതിൽ നല്ലോണം ഇളക്കണം. ഇളക്കൽ പ്രധാനമാണ്. പായസം ഇളക്കി പായസം ഇതാണ് ടേസ്റ്റ് അധികം. അപ്പൊ നമ്മുടെ അടട്ടു കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം. 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ഒക്കെ എത്ര കൂട്ടി ഇളക്കണോ അത്രയും നല്ലതാണ്. 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂറും വേണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അട നല്ല വെന്തന്നു. ഇനി ഇതിൽ ജോയിൻ്റ് നല്ല പിടിച്ച് വരണം. പകുതി ഒഴിച്ചിരുന്നു, പകുതി ഒഴിക്കുന്നുണ്ട്, പകുതി ഒഴിക്കുന്നുണ്ട്. നല്ല ഇളക്കണം. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒരു മണം, ഒരു ടേസ്റ്റ്, ഒരു ഗ്ലാമർ എല്ലാം കിട്ടാനാണ്. പിന്നെ ഏലക്കായ അങ്ങനെ സാധനമൊന്നും ഇടില്ല. തേങ്ങാപ്പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ ഏലക്കായ അങ്ങനെയൊക്കെ ഇടാം. ചുക്കുപൊടി അങ്ങനെയൊക്കെ ഇടാം. ജീരകപ്പൊടി കുറച്ചൊക്കെ എല്ലാം മിക്സാക്കി ഇടാം. ഞാൻ ഒന്നും ഇടുന്നില്ല. ഞാൻ തേങ്ങാപ്പാൽ, വെല്ലം, അട മാത്രം പായസമാണ്. സിമ്പിൾ പായസമാണ്. കുറച്ചുണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ.
നമ്മൾ പാലൊഴിക്കാം. രണ്ടാം പാലാണ് കുറച്ച് കൊടുക്കണം. കറക്റ്റ് 1.25 കിലോ വെള്ളം കറക്റ്റായി. ഫസ്റ്റ് പാല് ആദ്യം വെച്ചാണ് ഒഴിക്കാൻ പോണു. 3 തേങ്ങ പാലുണ്ട്. അരക്കിലോ അടയിന് 3 തേങ്ങ വലിയ തേങ്ങ എടുക്കുന്നത്. പിന്നെ 1.25 കിലോ വെള്ളം ശർക്കര എടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഇതാ തിളച്ചായിരിക്കും പാടില്ല, ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ഓണത്തിന് ലാസ്റ്റ് പായസം റെഡിയായി. എല്ലാവരും പായസം ഉണ്ടായി കഴിക്കണം. അടപ്പായസമാണ്, ശർക്കര വെല്ലമുള്ള അടപ്പായസമാണ്. തേങ്ങാപ്പാലും ശർക്കരയും പിന്നെ അടി മാത്രം ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ മാത്രം ഉണ്ടാക്കിയിരുന്നത്. ഏലക്കായ ഒന്നും ഇട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് ഓണൊക്കെ നന്നായി ഗംഭീരമായി കൊണ്ടാടുക. പിന്നെ ഇനി വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും ഹാപ്പി ഓണം.